വിഷ്ണു ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ഹോസ്പിറ്റലിലേക്ക് വിഷ്ണു കൊണ്ടുപോകും. നിങ്ങളിപ്പോൾ റെഡി ആവുക എന്ന് രാഘവൻ നായർ പറയുകയാണ്. അന്നേരം ശാലിനി മനസ്സിൽ കരുതുന്നുണ്ട്, വിഷ്ണുവേട്ടൻ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും. ഇനിയിപ്പോൾ കുഞ്ഞിന് കുഴപ്പമൊന്നും ഇല്ല എന്നറിയാതെ വിഷ്ണുവേട്ടനോട് എങ്ങനെയാണ് കാര്യങ്ങൾ പറയുക എന്നൊക്കെ ആലോചിച്ച് നിൽക്കുമ്പോൾ ഞാൻ റെഡിയായിട്ട് വരാം, നിങ്ങൾ റെഡി ആവുക എന്ന് പറഞ്ഞ് വിഷ്ണു ശാലിനി പറയുന്നത് കേൾക്കാൻ നിൽക്കാതെ അങ്ങ് അകത്തേക്ക് പോകുന്നുണ്ട്. ഇതേസമയം രാവിലെ സഹദേവൻ സ്റ്റേഷനിലേക്ക് എത്തുന്നുണ്ട്. അന്നേരം കുറുപ്പ് സാറ് കോൺസ്റ്റബിൾമാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് സഹദേവൻ ഇറങ്ങുമ്പോൾ സാറ് ഭക്ഷ്യവിഷബാധയുടെ കാര്യമെന്നും പറഞ്ഞ് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഇയാളാണോ പ്രതി എന്ന് സഹദേവൻ തിരക്കുന്നുണ്ട്. അന്നേരം അല്ല, പ്രതിയോടൊപ്പം വന്നതാണ് എന്ന് പറഞ്ഞ് സഹദേവൻ വീണ്ടും അങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ സാറേന്നും പറഞ്ഞ് പിറകെ ചെല്ലുകയാണ് കുറുപ്പ് സാറ്. അന്നേരം അങ്ങോട്ട് മാറി നിൽക്കണമെന്നും പറഞ്ഞ് കുറുപ്പ് സാറിനെ അങ്ങോട്ട് തള്ളിയിട്ട് ശവം ഓരോന്നായിട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കാം എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ സഹദേവൻ അങ്ങ് ശാരദാമ്മയെ കാണാനായിട്ട് അകത്തേക്ക് പോവുകയാണ്. ശാരദാമ്മയാണ് പ്രതിയെന്ന് സഹദേവൻ അന്നേരം അറിയുന്നില്ല. തുടർന്നുള്ള സീൻ കാണിക്കുന്നത് ഹോസ്പിറ്റലിലേക്ക് പ്രീതിയും കൂട്ടി ശാലിനി എത്തുന്നുണ്ട്. പ്രീതിയുടെ അടുത്ത് തന്നെ സീറ്റിൽ വിഷ്ണു ഇരിക്കുകയാണ്. വെള്ളം വേണോ എന്നൊക്കെ വിഷ്ണു ഇരുന്ന് പ്രീതിയോട് ചോദിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതേസമയം ആകെ ടെൻഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ശാലിനി. തുടർന്നൊരു സിസ്റ്റർ വരുന്നുണ്ട്. അന്നേരം വിഷ്ണു ശാലിനിയോട് ചോദിക്കുകയാണ്, നമ്മൾ കുറേ നേരമായല്ലോ വന്നിട്ട് വിളിക്കുന്നില്ലല്ലോ എന്ന്. അന്നേരം ആ സിസ്റ്ററോട് ശാലിനി ഡോക്ടർ ഹെലൻ എന്ന് പറഞ്ഞ് തിരക്കുമ്പോൾ ഒരു പേഷ്യൻറ്റിനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയാം, എന്താ പേഷ്യൻറ്റിൻ്റെ പേര് എന്ന് ചോദിച്ചിട്ട് പ്രീതിന്ന് ശാലിനി പറയുമ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് നഴ്സ് അങ്ങ് അകത്തേക്ക് പോകുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്ന സീൻ പോലീസ് സ്റ്റേഷനിൽ ശാരദാമ്മയെ ചോദ്യം ചെയ്യുകയാണ് സഹദേവൻ. സഹദേവന് ശാരദാമ്മയെ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. അത് ശാരദാമ്മയോട് പറയുകയും ചെയ്യുന്നുണ്ട്. ശാരദാമ്മയെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, നമ്മൾ മുൻ പരിചയമുണ്ട്, എവിടെന്നാ ഓർമ്മയില്ലേയും ചോദിക്കുന്നുണ്ട്. അന്നേരം അന്ന് രാജീവ് ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ സഹദേവൻ ഇൻറ്റിമേഷൻ എടുക്കാൻ വന്നതും വിഷ്ണു കയർത്തതും ഒക്കെ ശാരദാമ്മ ഓർക്കുകയാണ്. തുടർന്ന് മക്കളും മരുമക്കളും ഒക്കെ ഒരുപാട് സഹദേവനെ കുറിച്ച് പറഞ്ഞു തന്നു കാണും. അതൊക്കെ അങ്ങ് വിട്ടേക്ക്, പക്ഷെ നിങ്ങൾ എന്തിനിത് ചെയ്തു എന്ന് മാത്രം പറഞ്ഞു തന്നാൽ മതി എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞാൻ എന്ത് ചെയ്തു എന്നാണെന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ എന്തിനാണ് നിങ്ങൾ കൊച്ചു കുട്ടികൾക്കുള്ള ഭക്ഷണത്തിൽ എലിവിഷം കലർത്തിയതെന്ന് ചോദിക്കുകയാണ്. അന്നേരം എലിവിഷമോ എന്നും പറഞ്ഞങ്ങ് വായിൽ കൈവച്ചങ്ങ് നടുങ്ങി ശാരദാമ്മ നിൽക്കുമ്പോൾ ഇത്രയ്ക്ക് വലിയ അഭിനയം ഒന്നും വേണ്ട, അതൊക്കെ അങ്ങ് കോടതിയിൽ മതി എന്ന് പറഞ്ഞ് വീണ്ടും അങ്ങ് കൈയൊക്കെ ചുരുട്ടി പിടിച്ചങ്ങ് ചോദ്യം ചെയ്യുകയാണ് സഹദേവൻ. അന്നേരം എവിടെ എലിവിഷം ഉണ്ടായിരുന്നു എന്നാണെന്ന് ശാരദാമ്മ ചോദിക്കുന്നുണ്ട്. അന്നേരം നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വിളമ്പിയ അവിയലിൽ നല്ല ഉഗ്രൻ എലിവിഷം ഉണ്ടായിരുന്നു, അതെന്തിനാണ് കലക്കിയത് എന്ന് വീണ്ടും സഹദേവൻ ചോദിക്കുമ്പോൾ അന്ന് ശാരികയെ വിളിച്ച് ഭക്ഷണത്തിൻ്റെ കറികൾ ഉണ്ടാക്കാൻ പറഞ്ഞത് ശാരദാമ്മ ഓർക്കുന്നുണ്ട്. പക്ഷേ ശാരികയാണ് അവിയൽ ഉണ്ടാക്കിയതെന്ന് ശാരദാമ്മ പറയുന്നില്ല. പക്ഷേ അത് അങ്ങനെ ശാരദാമ്മ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ സഹദേവൻ അങ്ങോട്ട് പറയുന്നുണ്ട്, ശാരദാമ്മയല്ല അവിയൽ ഉണ്ടാക്കിയത്, പിന്നെ ഇതെങ്ങനെ ഞങ്ങൾ മനസ്സിലാക്കിയെന്നായിരിക്കും, അതൊക്കെ പോലീസുകാരുടെ മിടുക്ക് തന്നെയാണ്. ശാരദാമ്മ പറഞ്ഞാട്ടെ അവിയൽ ഉണ്ടാക്കിയത് ആരാണെന്ന്, എങ്കിൽ ഈ നിമിഷം ശാരദാമ്മയെ വിട്ടയക്കാം എന്ന് സഹദേവൻ പറയുന്നുണ്ട്. അപ്പോഴും ശാരികയുടെ പേര് സഹദേവനെ അങ്ങോട്ടും പറയുന്നില്ല, ശാരദാമ്മ ഇങ്ങോട്ടും പറയുന്നില്ല. പക്ഷേ സഹദേവന് മനസ്സിലായി ശാരികയാണ് അവിയൽ ഉണ്ടാക്കിയതെന്ന്. എന്നിട്ട് സഹദേവൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അന്ന് രാജീവിൻ്റെ വീട്ടിൽ പോയി ഭീഷണിപ്പെടുത്തിയപ്പോൾ രാജീവ് കേസിൽ നിന്നും പിന്മാറില്ല എന്ന് പറഞ്ഞതും തുടർന്ന് ശ്യാമയെ കേസിൽ കുരുക്കുമെന്ന് പറഞ്ഞപ്പോൾ താൻ എന്ത് വേണമെന്ന് വെച്ചാൽ ചെയ്തോ എന്നൊക്കെ രാജീവ് പറഞ്ഞത്. തുടർന്ന് സഹദേവൻ വീണ്ടും മനസ്സിൽ കരുതുകയാണ്, നിന്റെ കെട്ടിയോളെ ഇങ്ങോട്ട് കിട്ടിക്കോട്ടെ, ശ്യാമയുടെ മയക്കുമരുന്ന് കണക്ഷനൊക്കെ ഞാൻ അവളെ കൊണ്ട് തന്നെ പറയിപ്പിക്കും, പിന്നെ പോൾസൺ അച്ചായനെതിരെ ഒരടി നീങ്ങുവാനായിട്ട് നിനക്കോ വിഷ്ണുവിനോ സാധിക്കില്ല എന്നൊക്കെ അങ്ങ് മനസ്സിൽ കണക്കുകൂട്ടുകയാണ് സഹദേവൻ. തുടർന്ന് വീണ്ടും സഹദേവൻ ചോദിക്കുന്നുണ്ട്, വയസ്സുകാലത്ത് നിങ്ങൾ എന്തിനാണ് ഇതിൻ്റെ പിറകെ പോകുന്നത്, ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ആരാണ് അവിയൽ ഉണ്ടാക്കിയതെന്ന് ഇങ്ങോട്ട് പറഞ്ഞാട്ടെ, അത് കഴിച്ച് മെഡിക്കൽ കോളേജ് ചികിത്സയിലായിരുന്ന 2 കുഞ്ഞുങ്ങൾ ചത്തുപോയി എന്ന് പറയുമ്പോൾ ആകെ അങ്ങ് പരവശയായിട്ട് സങ്കടപ്പെട്ടങ്ങ് പൊട്ടിക്കരയുകയാണ് ശാരദാമ്മ. തുടർന്ന് അത് സഹദേവൻ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ടും സഹദേവൻ സീറ്റിൽ പോയിരുന്നിട്ട് മതി കരച്ചിലൊക്കെ നിർത്ത് എന്ന് പറയുന്നുണ്ട്. അന്നേരം എന്നാലും ആ പിഞ്ചോമനകളെന്ന് പറയുമ്പോൾ അത് സംഭവിച്ചു പോയി, ഇനിയെങ്കിലും ശാരദാമ്മ ആരാണെന്ന് എന്ന് വീണ്ടും സഹദേവൻ ചോദിക്കുമ്പോൾ ഞാൻ പറയാമെന്ന് ശാരദാമ്മ പറയുകയാണ്. തുടർന്ന് ശാരദാമ്മ പറയുന്നുണ്ട്, LP സ്കൂളിലേക്കുള്ള ഭക്ഷണത്തിലെ അവിയൽ തയ്യാറാക്കിയത് ഞാനല്ല, എൻ്റെ മകൾ ശാരികയാണെന്ന്. അന്നേരം ആകെ അങ്ങ് സന്തോഷമാകുന്നുണ്ട് സഹദേവന്. അപ്പോൾ ലെക്ചർ രാജീവിൻ്റെ ഭാര്യയല്ലേ, ഈ ഒരൊറ്റ മൊഴി മതി നിങ്ങൾക്ക് ഇതിൽ നിന്നും ഊരാനായിട്ടെന്നും പറഞ്ഞ് എന്തൊക്കെ മനക്കോട്ടകൾ കെട്ടുകയാണ് സഹദേവൻ. പക്ഷേ ഉറച്ച തീരുമാനത്തോടു കൂടി ശാരദാമ്മ പറയുന്നുണ്ട്, അതൊന്നും നടക്കാൻ പോണില്ല സാറേ, ഞാൻ ഈ കേസിൽ നിന്ന് ഒഴിവാകാനും പോകുന്നില്ല, കോടതിയിലോ മറ്റെങ്ങും ഞാൻ ഈ മൊഴി നൽകില്ല, ശാരദയ്ക്ക് തൂക്കുകയർ കിട്ടിയാലും ശാരദയുടെ മക്കൾക്കത്
വാങ്ങിച്ചു കൊടുക്കില്ല. പിന്നെ കുട്ടികളുടെ രക്തക്കറ അത് എൻ്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ, സാറിൻ്റെ മോഹം ഒന്നും നടക്കാൻ പോണില്ല എന്നങ്ങ് ഉറച്ച തീരുമാനം ശാരദാമ്മ പറയുമ്പോൾ നിങ്ങളിതിൽ ഖേദിക്കേണ്ടി വരും, നിങ്ങളുള്ള സത്യം പറയണം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും മൊഴി മാറ്റി പറയിപ്പിക്കാനായിട്ട് സഹദേവൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ശാരദാമ്മ അത് കേൾക്കുന്നില്ല. തുടർന്ന് എന്തൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടും ശാരദാമ്മ വഴങ്ങുന്നില്ല. സാർ എന്താണെന്ന് വെച്ചാൽ ചെയ്യെന്ന് പറഞ്ഞ് ഉറച്ച നിലപാടിൽ ശാരദാമ്മ നിൽക്കുകയാണ്. അന്നേരം ആകെ ദേഷ്യം വരുന്ന സഹദേവൻ വനിതാ കോൺസ്റ്റബിൾ സുനന്ദയെ വിളിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, പെണ്ണായിപ്പോയി, ഇല്ലെങ്കിൽ ഞാൻ തന്നെ ചെയ്തേനെ, ഇപ്പോൾ വനിതാ കോൺസ്റ്റബിളിൻ്റെ സഹായം വേണ്ടേന്നും പറഞ്ഞ് കൈയൊക്കെ ചുരുട്ടി പിടിച്ച് സഹദേവൻ നിൽക്കുമ്പോൾ ഞാൻ മതിയോ സഹദേവ എന്നും പറഞ്ഞ് അവിടേക്ക് വരികയാണ് ACP ശ്രീരഞ്ജിനി. തുടർന്ന് ശ്രീരഞ്ജിനിയെ കാണുന്ന ശാരദാമ്മയ്ക്ക് മോളെന്നും പറഞ്ഞ് ആകെ ആശ്വാസമാകുന്നുണ്ട്. അന്നേരം പിന്നെ സർക്കിളിൻ്റെ കസേരയിലേക്ക് വന്നിരുന്ന ശേഷം ശ്രീരഞ്ജിനി ചോദിക്കുകയാണ്, ഞാനും ഒരു വനിതാ കോൺസ്റ്റബിളാണ്, ഇവരെ നരകം കാണിക്കാനായിട്ട് ഞാൻ മതിയോ സഹദേവ എന്ന്. അന്നേരം മേഡം ഉദ്ദേശിക്കുന്നത് പോലെയല്ല, ഇത് കേസ് വേറെയാണ്, ഗവർണറൊക്കെ ഇടപെട്ടതാണ് എന്ന് പറഞ്ഞ് സഹദേവൻ തൊപ്പിയൊക്കെ എടുത്ത് വെച്ച് സല്യൂട്ട് ചെയ്യുകയാണ്. അന്നേരം ശ്രീരഞ്ജിനി പറയുകയാണ്, അതൊക്കെ ഞാൻ അറിഞ്ഞു, മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന 2 കുട്ടികൾ മരിച്ചു അല്ലേ എന്ന് പറയുമ്പോൾ സഹദേവൻ അങ്ങ് തല കുനിക്കുന്നുണ്ട്. എന്നിട്ട് ദേഷ്യത്തോടെ ശ്രീരഞ്ജിനി ചോദിക്കുകയാണ്, ആരാടോ മരിച്ചത്, തൻ്റെ കുഞ്ഞമ്മയുടെ മക്കളാണോ? അവിടെ ചികിത്സയിലായിരുന്ന 2 കുഞ്ഞുങ്ങളും പൂർണ്ണ സുഖം പ്രാപിച്ച് ആശുപത്രി വിട്ടു, പിന്നെ അവരുടെ ചിലവൊക്കെ ഗവൺമെൻറ് ഏറ്റെടുക്കുകയും ചെയ്തു. അത് കേൾക്കുമ്പോൾ ശാരദാമ്മയ്ക്ക് ആകെ അങ്ങ് ആശ്വാസമാവുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, കേസിൻ്റെ ചുമതല ഹോം സെക്രട്ടറി എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്, ആ ടീമിൽ താനില്ല, ഇവരെ പെട്ടെന്ന് റിലീസ് ചെയ്യാൻ പറയുകയാണ്. അന്നേരം കേസൊന്നും ചാർജ് ചെയ്തിട്ടില്ല എന്ന് സഹദേവൻ പറയുമ്പോൾ പിന്നെ പറഞ്ഞു വിടടോ ഇവരെ എന്ന് സഹദേവനോട് അങ്ങ് ആജ്ഞാപിക്കുകയാണ് ശ്രീരഞ്ജിനെ. തുടർന്ന് നന്ദിയുണ്ട് മോളെ എന്നും പറഞ്ഞ് ശാരദാമ്മയങ്ങ് തൊഴുതു നിൽക്കുമ്പോൾ കേസ് അത്ര നിസ്സാരമല്ല, എൻ്റെ റിസ്കിലാണ് ശാരദാമ്മയെ പറഞ്ഞു വിടുന്നത്, കുഴപ്പം എവിടെയാണ് സംഭവിച്ചതെന്ന് ഒന്ന് അന്വേഷിച്ചോളൂ എന്ന് പറഞ്ഞ് ശാരദാമ്മയെ സ്റ്റേഷനിൽ നിന്നും പറഞ്ഞു വിടുകയാണ് ശ്രീരഞ്ജിനി. തുടർന്ന് സഹദേവന് വാണിങ്ങി കൊടുക്കുന്നുണ്ട് ശ്രീരഞ്ജിനി. സഹദേവ, തനി വെള്ളം തിളപ്പിക്കുന്നത് ആർക്ക് വേണ്ടിയാണ് എന്നൊക്കെ അറിയാം, ആ പാവം സ്ത്രീയെ പിടിച്ചു വരട്ടിയത് കൊണ്ട് പോൾസൺ രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല, ബലമുറുക്കിയിരിക്കുന്നത് ശ്രീരഞ്ജിനിയാണ് എന്ന് പറയുമ്പോൾ ആകെ തലകുനിച്ചങ്ങ് നിൽക്കുകയാണ് സഹദേവൻ. ഇതേസമയം എങ്ങനെ പ്രീതിയെ വിവരം അറിയിക്കുമെന്ന് ആലോചിക്കുന്ന അർജുൻ ശാലിനിക്കൊരു മെസ്സേജ് അയക്കാമെന്ന് പറഞ്ഞ് ഇന്ന് നിശ്ചയമാണ് എന്നുള്ളൊരു മെസ്സേജ് ശാലിനിക്ക് വാട്സപ്പായിട്ട് അയക്കുകയാണ്. തുടർന്ന് അത് ശാലിനിക്ക് കിട്ടുമ്പോൾ ശാലിനി ആകെ ഷോക്ക് ആവുന്നുണ്ട്. തുടർന്ന് പ്രീതിയെയും വിഷ്ണുവിനെയും നോക്കുകയാണ്. എന്നിട്ട് മനസ്സിൽ കരുതുകയാണ്, ഇപ്പോൾ ഇത് പറഞ്ഞാൽ ആ ഷോക്കിൽ പ്രീതിക്ക് എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുമ്പോൾ എന്ത് പറ്റി ശാലിനി എന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട്. അന്നേരം എൻ്റെ ഒരു ഫ്രണ്ട് അനിത ഇവിടെ ഡെലിവറിക്ക് അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്, അവളിവിടെ ഉണ്ടോയെന്ന് ഞാൻ മെസ്സേജ് ചോദിച്ചതാണ്, അവളിവിടെ ഉണ്ട്, 6th വാർഡിലാണ്, ഞാനൊന്ന് പോയി കണ്ടിട്ട് വരാം എന്ന് പറയുന്നുണ്ട്. അന്നേരം അപ്പോൾ പോയിട്ട് വാ ശാലിനി എന്ന് പ്രീതി പറയുകയാണ്. തുടർന്ന് പോകാൻ നേരം ശാലിനി പറയുന്നുണ്ട്, ഡോക്ടർ വിളിക്കുകയാണെങ്കിൽ പ്രീതി മാത്രം അകത്തേക്ക് കയറിയാൽ മതി, വിഷ്ണുവേട്ടൻ ഇവിടെ ഇരുന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. അന്നേരം വിഷ്ണു അത് സമ്മതിക്കുകയാണ്. തുടർന്ന് പുറത്തേക്കങ്ങ് ഓടിപ്പോകുന്ന ശാലിനിയെ വിഷ്ണു അങ്ങ് ശ്രദ്ധിച്ചു നിൽക്കുകയാണ്. അന്നേരം എന്താ വിഷ്ണു ഏട്ടാന്ന് പ്രീതി ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ശാലിനി പറഞ്ഞ കാര്യങ്ങളൊക്കെ വിഷ്ണു ഓർക്കുന്നുണ്ട്. ഇതേസമയം ശാലിനി മെസ്സേജ് കണ്ടിട്ടും എന്താ പ്രതികരണമൊന്നും ഇല്ലാത്തത്, ഒന്ന് വിളിച്ചു നോക്കാമെന്നും പറഞ്ഞ് അർജുൻ കോൾ ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് തന്നെ പുറത്തേക്ക് ഇറങ്ങുന്ന ശാലിനിയും അർജുനെ കോൾ ചെയ്യുകയാണ്. അന്നേരം അത് പരസ്പരം രണ്ടുപേരും ഒരുപോലെ കോൾ ചെയ്യുന്നതിനാൽ കണക്റ്റ് ആവുന്നില്ല. തുടർന്ന് വീണ്ടും അർജുൻ കട്ടാക്കിയ ശേഷം വീണ്ടും ഫോൺ ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ നീ ഇവിടെ ആരെ വിളിച്ചുകൊണ്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞ് വസുമതി വരുന്നുണ്ട്. തുടർന്ന് അർജുൻ അങ്ങ് കോള് കട്ട് ചെയ്യുകയാണ്. അന്നേരം ആ ഫോൺ പിടിച്ചു വാങ്ങിയിട്ട് ചടങ്ങ് കഴിയുന്നവരെ എൻ്റെ കയ്യിൽ ഇരിക്കട്ടെ, നീ പോയി ഒരുങ്ങാൻ നോക്ക് എന്ന് പറയുകയാണ്. അന്നേരം അർജുൻ എൻ്റെ ഫോൺ ഇങ്ങ് താന്നും പറഞ്ഞ് പിടിച്ചു വാങ്ങാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വസുമതി ഫോൺ അങ്ങ് ഓഫാക്കി വെക്കുകയാണ്. തുടർന്ന് കോള് കിട്ടാത്തതിനാൽ ഇനി എന്ത് വില കൊടുത്തിട്ടായാലും അർജുനേട്ടൻ്റെ വിവാഹ നിശ്ചയം മുടക്കിയേ പറ്റൂ, പ്രീതിയുടെ ജീവൻ രക്ഷിക്കുകയും വേണം എന്ന് പറഞ്ഞ് അതൊക്കെ ആലോചിച്ചുകൊണ്ട് ശാലിനി ഹോസ്പിറ്റലിൽ നിന്നും ഫ്രണ്ടിലേക്ക് കോർട്ട്യാർഡിലേക്ക് ഇറങ്ങുകയാണ്. ഈ സമയത്ത് എതിരെ വരുന്ന ഒരു കാറ് ശാലിനി ശ്രദ്ധിക്കുന്നില്ല. തുടർന്ന് ആ കാറ് ശാലിനിയെ ഇടിക്കുന്നുണ്ട്. ഇടിച്ച് അങ്ങ് മറു സൈഡിലേക്ക് വീഴുന്ന ശാലിനിയെ നഴ്സുമാരും അറ്റൻഡർമാരും എല്ലാവരും കൂടെ ചേർന്നെടുക്കുകയാണ്. അന്നേരം തലയൊക്കെ മുറിഞ്ഞ് ചോര ഒലിപ്പിച്ച് ശാലിനി അങ്ങ് കിടക്കുകയാണ്. പക്ഷേ ഇത് വിഷ്ണുവും പ്രീതിയും അറിയുന്നില്ല. ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ്. താങ്ക് യു.